ഞങ്ങളിന്ന് കേരള ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ കീഴിൽ നമ്മുടെ ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയും കേരള ഫിലിം ചേംബറും കേരളത്തിലെ നമ്മുടെ സിനിമാ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ളൊരു വർക്ക്ഷോപ്പാണ് ഇന്നിവിടെ നടന്നത്. അതായത് ഫെഫ്ക, മാക്ട, WCC, അമ്മ, പിന്നെ അങ്ങനെ ഞങ്ങൾ 9 സംഘടനകൾ ചേർന്നാണ്. എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രൊഡക്ഷൻ മാനേജർമാർ ഒത്തിരി പേര് വന്നിരുന്നു. എല്ലാവരും അറ്റൻഡ് ചെയ്തു. 80-ഓളം ആൾക്കാരിന്ന് ഇവിടെ എത്തി. അവരൊരു വലിയൊരു വർക്ക്ഷോപ്പായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ 2 അഡ്വക്കേറ്റർമാരാണ് ഇന്ന് ഇവിടെ ക്ലാസ് എടുത്തത്. ഒന്ന് അഡ്വക്കേറ്റ് ആതിര കോഴിക്കോട് നിന്നുള്ള, രണ്ടാമത് ഇവിടെ അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ. ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്ന് ഇവിടെ വന്ന് എല്ലാവരെയും ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അത് വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇൻഡസ്ട്രി മൊത്തമായിട്ട് ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾ ഇനിയുള്ള ഘട്ടത്തിൽ എല്ലാ സംഘടനകളും പ്രത്യേകം നടത്താനൊരു തീരുമാനവും നമ്മുടെ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇനി അതല്ലാതെ താഴോട്ടുള്ള ആൾക്കാർ എല്ലാ ലെവലിലും ഇതെത്തണം. താഴേക്കുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ പോഷ് ആക്ട് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അറിവോടുകൂടി നമ്മൾ ഇനിയിപ്പോൾ എല്ലാ സംഘടനകളും അവരുടേതായ രീതിയിൽ ഈ വർക്ക്ഷോപ്പുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി കുറച്ചും കൂടെ ശക്തമായ രീതിയിൽ ഈ IC എല്ലാ സെറ്റുകളിലും IC രൂപീകരിക്കുന്നത്. IC എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയാണ്. ആ ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ഉള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മിക്കവാറും എല്ലാ സെറ്റുകളിലും IC രൂപീകരിച്ച് കഴിഞ്ഞു. അപ്പം ചില ചുരുക്കം 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും IC രൂപീകരിച്ച് കഴിഞ്ഞു. അതിപ്പം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യാൻ കേരള ഫിലിം ചേംബറിൻ്റെ കീഴിൽ IC മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും അല്ല, അതുപോലെ തന്നെ നമ്മളിപ്പം അവരടുത്ത് നമ്മൾ ഈ ഓരോ സെറ്റിലും IC രൂപീകരിക്കുമ്പോൾ അവിടെ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സെറ്റിലും IC രൂപീകരിക്കുകയും അവരുടെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും പിന്നെ അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ICയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും IC രൂപീകരിച്ചതിൻ്റെ മിനിറ്റ്സ് ഉണ്ടാക്കി IC മീറ്റിംഗ് നടത്തി 1-2 മീറ്റിംഗ് നടത്തി അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നുള്ളൊരു നിബന്ധനയും കൂടെ വെച്ചിട്ടുണ്ട്. ഈ IC തുടങ്ങുന്ന സമയത്തും ഈ തീരുന്ന സമയത്തും ഷൂട്ടിംഗ് തീരുന്ന സമയത്തും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് പുതിയ തീരുമാനമാണ്. അതായത് നമ്മൾ ഈ പല സെറ്റുകളിലും ഇത് രൂപീകരിക്കും. ആൾക്കാർ പേര് തരാൻ പറയുമ്പോൾ ഒരു 3-4 പേരുടെ പേര് തന്നിട്ട് പോകുന്നതല്ലാതെ അത് വളരെ കുറച്ചും കൂടെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത്. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആ സെറ്റിൽ അവർ അനൗൺസ് ചെയ്യണം ആരൊക്കെയാണ് ICയിലെ മെമ്പേഴ്സ്. അതുമാത്രമല്ല അതിനൊരു പ്രത്യേക മീറ്റിംഗ് കൂടി അതിനൊരു മിനിറ്റ്സ് തയ്യാറാക്കി എന്നിട്ട് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹരാസ്മെന്റ് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിവിടെ അറിയിക്കണം എന്നുള്ളത് അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് തീരുമ്പോഴും അതിൻ്റെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഇവിടെ ഇതുവരെയും ഇതിൻ്റെ അകത്തൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇടപെടാം, സംഭവിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അത് മുഴുവൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ക്ലോഷർ ഇതും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു സംവിധാനം. അതിപ്പോൾ നമ്മൾ ഇവിടെ കേരള ഫിലിം ചേംബറിനെയും കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലത്തും IC രൂപീകരിക്കും. പിന്നെ വേറെ പലരും ഈ ചെറിയ പടങ്ങൾ എവിടുന്നൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഇപ്പം ചിലർ ഹോം വീഡിയോ ഒക്കെ ചെയ്ത് ഷൂട്ടിംഗ് നടത്തുന്നതൊക്കെ മിക്കവാറും എല്ലായിടത്തും അതാണ് പറഞ്ഞത്. ചിലർ അറിവില്ലാതെ എവിടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ 99% സെറ്റുകളിലും IC രൂപീകരിച്ചു കഴിഞ്ഞു.
റിപ്പോർട്ട് കിട്ടാതെ ക്ലിയറൻസ് ഇനി നമ്മൾ ക്ലിയറൻസ് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെൻസറിനുള്ള ക്ലിയറൻസും കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ.